എപ്പിസോഡ് 9 ആരംഭത്തിൽ സൽമാൻ ഫാത്തിഹിന് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ ചോദ്യത്തിനും മികച്ച രീതിയിൽ ഫാത്തിഹ് മറുപടി പറയുന്നുണ്ടായിരുന്നു. സൽമാനും താരിക്കും അതിലൊരുപാട് സന്തോഷം തോന്നി. ഫാത്തിഹിനെ മോട്ടിവേറ്റ് ചെയ്യാൻ താരി പറഞ്ഞു, മോൻ ഇതുപോലെ പഠിച്ചുകൊണ്ടിരുന്നാൽ ഓരോന്നും നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മോൻ പറയുന്നതൊക്കെ മോന് ചെയ്തു തരാട്ടോ. ഉടൻ ഫാത്തിഹ് ചോദിച്ചു, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്ക് ഐലൻഡിൽ ടൂറിന് പോയാലോ? വാപ്പയെയും ടൂറിന് പോകുമ്പോ ക്ഷണിച്ചാലോ? ഫാത്തിഹിന്റെ ചോദ്യം കേട്ടതും പെട്ടെന്നെന്ത് മറുപടി പറയണം എന്ന് താരിക്കൊരു പിടിയും കിട്ടിയില്ല. താരി സൽമാനെ നോക്കി. പിന്നാലെ സൽമാൻ അടുക്കൽ തനിയെ സംസാരിക്കാൻ താരി പോയി. സൽമാനും താരിയും സംസാരിച്ചത് ഫാത്തിഹിന്റെ ചോദ്യത്തെ പറ്റിയായിരുന്നു. ഫാത്തിഹ് പറഞ്ഞ പോലെ ബിയാനെ ഇൻവൈറ്റ് ചെയ്യാം എന്ന് സൽമാൻ പറഞ്ഞു. ഇതേ സമയം മറുവശത്ത് സാറ തന്റെ വാപ്പയെ മീറ്റ് ചെയ്യുകയായിരുന്നു. താനും സൽമാനും തമ്മിലുണ്ടാക്കിയ കരാറിനെ പറ്റിയും പ്ലാനിനെ പറ്റിയും നടന്ന കാര്യങ്ങളെപ്പറ്റിയും സാറ വാപ്പയോട് വിശദീകരിച്ചു. തലേന്ന് ബിയാനെ കണ്ടപ്പോൾ താൻ അബദ്ധത്തിൽ ആ കാര്യം പറഞ്ഞുപോയെന്നും അത് കേട്ടതും ബിയാൻ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇനിയൊരിക്കലും നീ എന്നെ വിളിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോയി എന്നും സാറ കൂട്ടിച്ചേർത്തു. വീണ്ടും അവൾ തുടർന്നു പറഞ്ഞു, ഇനി എങ്ങനെ താരിയെയും ബിയാനെയും ഒന്നിച്ചാക്കും എന്നെനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവരെനിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. എന്റെ ഭർത്താവ് മരിച്ചപ്പോ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതാണ്. ഇപ്പോ ഞാൻ കാരണം അവരുടെ ജീവിതം കൂടുതൽ പ്രശ്നത്തിലായി. വാപ്പ സാറയെ സമാധാനിപ്പിച്ചു. അവരെ രണ്ടുപേരെയും ഒന്നു ചേർക്കാൻ നിനക്ക് സാധിക്കും. പ്രയാസമേറിയ വഴിയിലൂടെയാകാം, എന്നാലും നിനക്ക് അതിന് തീർച്ചയായും സാധിക്കും. മറുവശത്ത് അമ്മിയും അമ്മിയുടെ വാപ്പയും ചേർന്ന് അകുമിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. അമ്മിയുടെ വാപ്പ ദേഷ്യത്തിൽ അഗോസ്റ്റ് എവിടെയെന്ന് ചോദിച്ചു. അഗോസ്റ്റോ? അതാരാണെന്നായി അകുമിന്റെ പാരന്റ്സ്. അമ്മിയുടെ വാപ്പ പറഞ്ഞു, അവൻ തന്നെ അകും ഗോസ്റ്റ്. പ്രേതത്തെ പോലെയാണല്ലോ, ഒന്നും പറയാതെ വരെയും പോവുകയും ചെയ്യുന്നവൻ. ഇതിപ്പോ 20ാമത്തെ തവണയാ ഒന്നും പറയാതെ അവൻ അങ്ങ് പോകുന്നത്. എന്റെ മോളുടെ ഡിവോഴ്സ് കാര്യം ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോകുക. ഇനിയും ഇത് തുടർന്ന പറ്റില്ല. അത് കേട്ടതും അകുമിന്റെ ഉമ്മ പറഞ്ഞു, മോളെ, അകുമിനി മോളോട് വഴക്കിടില്ല. ഉമ്മ പറഞ്ഞൊക്കെ ശരിയാക്കി തരാം. ഉമ്മ, ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ പ്രശ്നമല്ല, ഒരുപാടായി. ഇനിയും ഇതിങ്ങനെ തുടരാൻ പറ്റില്ല. അമ്മയുടെ മറുപടി അകുമിന്റെ പാരന്റ്സിനെയും ഷോക്കാക്കുന്നതായിരുന്നു. അടുത്ത ദിവസം ബിയാന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയായിരുന്നു. ബിയാൻ അവിടെ പരിപാടിയിൽ പങ്കെടുത്തു നിൽക്കെ അങ്ങോട്ടേക്ക് താരി കടന്നു വന്നു. പ്രസിനടുക്കൽ സംസാരിക്കാൻ നിന്നിരുന്ന ബിയാൻ താരിയെ കണ്ടതും താരിക്ക് അടുത്തേക്ക് ചെന്നു. ബിയാന്റെ അച്ചീവ്മെന്റിൽ താരി ബിയാനെ കൺഗ്രാചുലേറ്റ് ചെയ്തു. പിന്നാലെ ഫാത്തിഹിന്റെ ബർത്ത്ഡേയുടെ കാര്യവും ഐലൻഡിൽ ടൂർ പോകുന്ന കാര്യവും അങ്ങോട്ടേക്ക് അവന് ക്ഷണിക്കാനാണ് താൻ എത്തിയത് എന്ന കാര്യവും അറിയിച്ചു. ബിയാനുടൻ മറുപടി പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ ആ ഐലൻഡിൽ വെച്ച നമ്മൾ പ്രോമിസ് ചെയ്തത്? നീ എന്നെ വിട്ടു പോവില്ലെന്ന്, ഞാൻ നിന്നെ വിട്ടു പോവില്ലെന്ന്. അത് കേട്ടതും താരി കുറച്ചു സമയം നിശബ്ദയായി. പിന്നെ അവൾ പറഞ്ഞു, ഫാത്തിഹ് ബർത്ത്ഡേ സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോ സൽമാനുമായി ഞാൻ സംസാരിച്ചിരുന്നു. സൽമാനാണ് നിന്നെയും ക്ഷണിക്കാമെന്ന് പറഞ്ഞത്. ഓ, അപ്പോ സൽമാനും വരുന്നുണ്ടോ? ഞാൻ കരുതി നമ്മൾ 3 പേർ മാത്രമാ പോകുന്നതെന്ന്. ആ സമയം അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു ഓഫീസർ കടന്നു വന്നു. ജേർണലിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മീറ്റിംഗിനും മറ്റുമായി ബിയാനെ അവിടെ നിന്ന് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. ബിയാൻ ജേർണലിസ്റ്റുകളോട് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോഴും അവൻ താരിയെ നോക്കുന്നുണ്ടായിരുന്നു. താരി വൈകാതെ അവിടെ നിന്നിറങ്ങി. മറുവശത്ത് സൽമാൻ തന്റെ ഇവന്റിലായിരുന്നു. അങ്ങോട്ടേക്ക് സാറ വന്നു. തന്റെ ഫ്രണ്ട്സിനൊപ്പം നടന്നു വന്നിരുന്ന സൽമാൻ സാറയെ കണ്ടതും സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി അവരെ പറഞ്ഞയച്ചു. സാറ സൽമാനോട് ചോദിച്ചു, ആദ്യം നീ പറഞ്ഞത് താരിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു. പിന്നീട് താൽക്കാലിക വിവാഹത്തിന് സമ്മതിച്ചു. ഇപ്പോഴാണെങ്കിൽ എഗ്രിമെന്റ് ഒക്കെ മാറ്റിവെച്ച് നിനക്ക് തോന്നിയ പോലെ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നീ പറയുന്ന പോലെ എപ്പോഴും എനിക്ക് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. എന്റെ ഇഷ്ടത്തിനും കൂടിയാ ഞാൻ ഓരോ കാര്യം ചെയ്യുന്നത്. ആയിക്കോട്ടെ, നീ താരിയെ സ്നേഹിച്ചിട്ടും കാര്യമില്ല. താരിയുടെ മനസ്സിൽ എപ്പോഴും ബിയാൻ തന്നെയായിരിക്കും. ഒരവസരം വന്ന അവൾ ബിയാന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അവരൊന്നു ചേരും. സാറ അത് പറഞ്ഞത് സൽമാൻ ഇഷ്ടപ്പെട്ടില്ല. സൽമാൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി നീ എന്നെ മേലാൽ കോൾ ചെയ്തു പോവരുത്, കാണാനും വന്നേക്കരുത്. അതും പറഞ്ഞ് സൽമാൻ അവിടെ നിന്ന് നടന്നുപോയി. സൽമാൻ അത് പറഞ്ഞിട്ട് പോയതും എന്ത് ചെയ്യുമെന്നറിയാതെ സാറ ചിന്തിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അക്സയെയും പാരന്റ്സിനെയും കിനാൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. വീട്ടിലേക്ക് കയറുന്നതിനു മുമ്പേ കിനാന്റെ വാപ്പ അവരെ കണ്ടു. അക്സയുടെ പാരന്റ്സ് മുമ്പ് കുറച്ച് കടന്ന് സംസാരിച്ചതിന് കിനാന്റെ വാപ്പയോട് ക്ഷമ ചോദിച്ചു. പക്ഷെ അവരോട് ക്ഷമിക്കാൻ കിനാന്റെ വാപ്പയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. തങ്ങൾക്ക് വിവാഹത്തിന് സമ്മതമാണെന്നും അക്സ കിനാനെ വിവാഹം കഴിക്കട്ടെ എന്നും അവർ പറഞ്ഞെങ്കിലും ഒരിക്കൽ മുടങ്ങിയ വിവാഹമല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നായിരുന്നു കിനാന്റെ വാപ്പ പറഞ്ഞത്. അക്സയുടെ പാരന്റ്സ് വീണ്ടും അവരിരുവരും പ്രണയത്തിലാണ്. മക്കൾ കല്യാണം കഴിച്ച സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ മാപ്പ് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും കിനാന്റെ വാപ്പയ്ക്ക് അതൊന്നും അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ഇതിനെനിക്ക് സമ്മതമല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്നായിരുന്നു കിനാന്റെ വാപ്പയുടെ അവസാനത്തെ മറുപടി. ശേഷം അദ്ദേഹം വീടിനകത്തേക്ക് കയറിപ്പോയി. കിനാൻ വല്ലാതെ അസ്വസ്ഥയാകുന്നുണ്ടായിരുന്നു. ഉടൻ അക്സ പറഞ്ഞു, കിനാൻ നീ വിഷമിക്കണ്ട,
ഇതുകൊണ്ടൊന്നും ഞാൻ നിന്നെ ഇട്ടിട്ട് പോവില്ല. എങ്ങനാണെങ്കിലും നിന്റെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്ത് നമ്മൾ വിവാഹം കഴിക്കും. അക്സയും കുടുംബവും പിന്നാലെ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം മമ്മി വാപ്പയ്ക്കൊപ്പം റിലീജിയസ് കോർട്ടിലേക്ക് എത്തിയിരുന്നു. ഡിവോഴ്സിന്റെ കാര്യത്തിനു വേണ്ടിയായിരുന്നു എത്തിയിരുന്നത്. കാര്യം ഫയലുമായി അവിടെ അമ്മി എത്തിയെങ്കിലും അകും വരുമോ എന്നുള്ള പ്രതീക്ഷ അപ്പോഴും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കിയാണ് അകുമിന്റെ പാരന്റ്സിന്റെ കോൾ അമ്മയ്ക്ക് വന്നെത്തുന്നത്. അമ്മ കോൾ എടുത്ത് സംസാരിച്ചു. അകുമിനെ പറ്റി സൂചന കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അയക്കുന്ന ലൊക്കേഷനിലേക്ക് നിനക്ക് വേഗം വരാമോ? അകുമിന്റെ വാപ്പ ചോദിച്ചു. ഉടനടി തന്റെ കയ്യിലെ ഫയൽസ് ഒക്കെ വാപ്പയെ ഏൽപ്പിച്ച് അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു. അമ്മ ഇതെന്തൊക്കെയാ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അമ്മയുടെ വാപ്പ അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ അകുമിന്റെ വാപ്പ പറഞ്ഞിടത്തേക്ക് അമ്മ വന്നെത്തി. തങ്ങളുടെ വാഹനത്തിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയും ആ വാഹനത്തിനകത്ത് കയറി. അകും എവിടെ എന്നവൾ ചോദിച്ചു. പാരന്റ്സ് പറഞ്ഞു, അകുമിനെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. ഏറ്റവും ഒടുവിൽ അവൻ ഈ വീട്ടിലുണ്ട് എന്ന വിവരമാ കിട്ടിയത്. നീ ഇപ്പൊ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന നീ വരുന്നെന്നറിഞ്ഞ അവൻ നിന്നെ കാണാതെ മുങ്ങിക്കളഞ്ഞാലോ? അവൻ പുറത്തേക്ക് വരുന്ന സമയം നോക്കി നമുക്ക് കാത്തിരിക്കാം. അകുമിന്റെ വാപ്പ പറഞ്ഞു കേട്ടതും അമ്മയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. വണ്ടിയിൽ അവർ കാത്തിരിക്കാൻ ആരംഭിച്ചു. രാത്രി 11 മണി പിന്നിടുന്നവരെയും അവർ അവിടെ തുടർന്നിരുന്നു. പക്ഷേ അകുമിനെ കണ്ടതേയില്ല. അതോടെ ഇന്നിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, പോയിട്ട് നാളെ വരാം എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് വണ്ടിയെടുത്തു പോന്നു. അടുത്ത ദിവസം സൽമാനും ഫാത്തിഹും താരിയും കൂടി ബർത്ത്ഡേ ആഘോഷിക്കാൻ ഐലൻഡിലേക്ക് പുറപ്പെടാൻ ബോട്ടിൽ നിൽക്കുകയാണ്. ബിയാൻ വന്നിരുന്നില്ല. ഫാത്തിഹ വാപ്പ വരില്ലേ എന്ന് ചോദിച്ച് സങ്കടത്തിലാവാൻ ആരംഭിച്ചു. കൃത്യം ആ സമയം ബിയാൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ബിയാനെ കണ്ടതും ഫാത്തിഹിന് ഒരുപാട് സന്തോഷമായിരുന്നു. ബിയാനെ ഫാത്തിഹ കെട്ടിപ്പിടിച്ചു. ഫാത്തിഹ സന്തോഷത്തിലായത് കണ്ടതും സൽമാനും താരിയും പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അവർ ഐലൻഡിലെത്തിയതും ബിയാൻ ഫാത്തിഹിനൊപ്പം കളിക്കാൻ തുടങ്ങിയിരുന്നു. അവരിരുവരും കളിക്കുന്നത് ഒരു ഊഞ്ഞാലിലിരുന്ന് താരി നോക്കി കണ്ടുകൊണ്ടിരുന്നു. ആ സമയമാണ് സൽമാൻ അങ്ങോട്ടേക്ക് വരുന്നത്. താരിക്ക് അടുത്തു വന്ന സൽമാൻ പറഞ്ഞു, നീ എന്തിനാ നോക്കിയിരിക്കുന്നത്? അവർക്കൊപ്പം ചേർന്ന് കളിച്ച് രസിച്ചുകൂടെ? സൽമാൻ പറഞ്ഞതും ഫാത്തിഹിനും ബിയാനും അടുത്തേക്ക് താരി ചെന്നു. അവരൊന്നിച്ച് കളിക്കാൻ തുടങ്ങി. അവർ സന്തോഷത്തോടെ സമയം ചെലവിടുന്നത് കണ്ട് സൽമാൻ മാറി നിന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയോടെ അവരൊന്നിച്ച് ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിഞ്ഞതും ഫാത്തിഹ ഉറങ്ങിപ്പോയിരുന്നു. താരി അവനെ എടുത്ത് ബിയാന്റെ മുറിയിൽ കൊണ്ടുകിടത്തി. ഫാത്തിഹ അന്ന് ബിയാന്റെ കൂടെയായിരുന്നു കിടക്കുന്നത്. താരി ഇറങ്ങാൻ നേരം ബിയാൻ എതിരെ വന്നു. അവളെ വിടാതെ ഒന്നവൻ വട്ടം നിന്നെങ്കിലും പിന്നീട് മാറിക്കൊടുത്തു. രാത്രിയിൽ ബിയാൻ ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. അപ്പോഴാണ് താരിയുടെയും സൽമാന്റെയും റൂമിന്റെ കാര്യം അവൻ ചിന്തിക്കുന്നത്. റൂമിൽ അവർ എന്തെടുക്കുകയായിരിക്കും? ബിയാന്റെ ഉള്ളിൽ ഓരോ ചിന്തകൾ തോന്നി. അവൻ റൂമിനടുത്തേക്ക് ചെന്ന് അവർ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ജനലിൽ ചെവി വെച്ച് കേൾക്കാൻ ശ്രമിച്ചു. പക്ഷെ ബിയാന് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒന്നും കാണാനും സാധിച്ചില്ല. യാഥാർത്ഥ്യത്തിൽ റൂമിനുള്ളിൽ താരി ബെഡിലും സൽമാൻ സോഫയിലുമായി കിടന്നുറങ്ങുകയായിരുന്നു. അടുത്ത ദിവസം ബീച്ച് സൈഡിൽ താരിയും ഫാത്തിഹും നിന്ന് കളിക്കുകയാണ്. അത് കണ്ട് സൽമാൻ നിൽക്കുന്നുണ്ട്. ബിയാൻ അങ്ങോട്ടേക്ക് വന്ന് സൽമാനോട് സംസാരിക്കാൻ തുടങ്ങി. താരിക്കും ഫാത്തിഹിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് സമയം മാറ്റിവെക്കുന്നുണ്ട്. വെക്കേഷന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷേ ഞാൻ ഇങ്ങനൊന്നുമായിരുന്നില്ല. ജോലിയുടെ കാര്യം പറഞ്ഞ് എപ്പോഴും അവരുടെ സന്തോഷമൊക്കെ വേണ്ടെന്ന് വെച്ചിരുന്നു. വെക്കേഷന് പിക്നിക്കിന് വന്നാലും ഞാൻ എന്റെ ജോലി തിരക്കിലായിരിക്കും. എനിക്കൊരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ടൊക്കെയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായത്. ബീച്ച് സൈഡിൽ നിന്ന് ഫാത്തിഹും താരിയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരു ഘട്ടത്തിൽ ഫാത്തിഹിന്റെ പക്കൽ നിന്ന് ബോൾ എറിഞ്ഞപ്പോ അത് കുറച്ച് ദൂരേക്ക് വീണു. താരി അതെടുക്കാൻ പോയി. ബോൾ എടുത്തവൾ തിരിഞ്ഞു നോക്കിയതും ഫാത്തിഹിനെ കാണുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം വലിയൊരു തിരവന്ന് ഫാത്തിഹിനെ കടലിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോയിരുന്നു. ചുറ്റിലും നോക്കി ഫാത്തിഹെന്ന് താരി അലറി വിളിക്കാൻ തുടങ്ങി. ഫാത്തിഹ കടലിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലായതും താരി അലറി വിളിച്ചു. കേൾക്കേണ്ട താമസം സൽമാനും ബിയാനും അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. ഓടിച്ചെന്ന സൽമാൻ നേരെ കടലിലേക്ക് നീന്തി ഫാത്തിഹിനെ രക്ഷിക്കാനായി മുമ്പോട്ടേക്ക് പോയിരുന്നു. ബിയാൻ ആകട്ടെ പുറകെ സുരക്ഷയ്ക്കായി ട്യൂബും മറ്റു വസ്തുക്കളും എടുത്തായിരുന്നു ചെന്നത്. ഫാത്തിഹ മുങ്ങിപ്പൊങ്ങുന്നിടം കണ്ടതും അങ്ങോട്ടേക്ക് നീന്തിയെത്തിയ സൽമാൻ അവിടെ ചുറ്റിലും നോക്കി. പക്ഷെ അപ്പോഴേക്കും ഫാത്തിഹ മുങ്ങിത്താഴ്ന്നിരുന്നു. സൽമാൻ അവിടെ മുങ്ങാങ്കുഴിയിട്ട് തപ്പി ഒരു തരത്തിൽ ഫാത്തിഹിനെ കണ്ടെത്തി കിട്ടുകയാണ്. ഫാത്തിഹിനെ സൽമാൻ പൊക്കിക്കൊണ്ടുവന്നു. പിന്നാലെ ബിയാൻ ഇട്ടുകൊടുത്ത ട്യൂബിലാക്കി ഫാത്തിഹിനെ ബിയാൻ കരയിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും സൽമാൻ അവശതയിലായിരുന്നു. സൽമാൻ നീന്താൻ പറ്റാതെ മുങ്ങിത്താഴാൻ തുടങ്ങി. അത് കണ്ടതും ബിയാൻ ഫാത്തിഹിനെ ട്യൂബിൽ സുരക്ഷിതമായി നിർത്തി സൽമാനെ രക്ഷിക്കാൻ സൽമാനടുത്തേക്ക് നീന്തിയെത്തി. മയങ്ങിത്തുടങ്ങിയ സൽമാനെ അവൻ പൊക്കിയെടുത്തു. ഫാത്തിഹിനെ നിർത്തിയിരുന്ന ട്യൂബിനടുത്തേക്ക് സൽമാനെയും എത്തിച്ചു. ഒടുവിൽ സൽമാനും ഫാത്തിഹും കരയിൽ എത്തിച്ചേരുകയാണ്. അപ്പോഴേക്കും സൽമാൻ അവശതയിൽ വീണിരുന്നു. താരി നോക്കുമ്പോ ബിയാൻ കരയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴേക്കും അവശതയിലായിരുന്ന അവൻ അബോധാവസ്ഥയിൽ മുങ്ങിത്താഴാൻ പോവുകയാണ്. താരി അത് നോക്കിക്കണ്ടു. ഉടനടി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയവൾ
അവൾ ബിയാൻ അടുത്തേക്കെത്തി ബിയാനെ രക്ഷപ്പെടുത്തി. കരയിലേക്ക് എത്തിയതും ബിയാന് ബോധം തെളിഞ്ഞിരുന്നു. ഒരു തരത്തിൽ ആ അപകടത്തിൽ നിന്നും എല്ലാവരും തന്നെ രക്ഷപ്പെട്ടു. വൈകാതെ വെക്കേഷൻ ആഘോഷങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവർ തിരികെ മടങ്ങി. അടുത്ത ദിവസം അകുവിനെ നിരീക്ഷിക്കാൻ പോയി അവർ ആ വീടിന് വെളിയിൽ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഒരു കാർ പുറത്തേക്ക് വരുന്ന കണ്ടത്. അകുമിന്റെ പാരന്റ്സ് ആ കാറിനെ ഫോളോ ചെയ്തു. ആ കാർ പോയി നിന്നത് ഒരു മാളിന് വെളിയിലായിരുന്നു. അമിയും അകുമിന്റെ പാരന്റ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. മാളിനകത്തേക്ക് അകും പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയ അകുമിന്റെ പാരന്റ്സ് അമിയോട് മാളിനകത്ത് ചെന്ന് നോക്കാൻ പറഞ്ഞു. അമി നേരെ മാളിനകത്തേക്ക് കടന്ന് അകുമിനെ തിരയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അമിക്ക് മുമ്പിലേക്ക് അകും വന്നെത്തുകയാണ്. പക്ഷേ അവനൊപ്പം മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അകുമിനെ അങ്ങനെ കണ്ടതും അമി ഞെട്ടിപ്പോയി. അമിയെ കണ്ട അകുമും ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അകുമിന്റെ കൈ പിടിച്ച് അവിടെ നിന്ന് തിരികെ പോവാൻ തുടങ്ങി. അങ്ങോട്ടേക്കെത്തിയ അകുമിന്റെ ഉമ്മയും ആ കാഴ്ച കണ്ടിരുന്നു. പോവില്ല എന്ന് പറഞ്ഞ് അകുമിന്റെ ഉമ്മ അവന്റെ പിന്നാലെയോടി. അമ്മയാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാതെ ഷോക്കായി നിൽക്കുകയായിരുന്നു. വീട്ടിൽ തിരികെ എത്തിയപ്പോ താരിയെ കാണാതെ സൽമാൻ മുറിയിലേക്ക് കയറി ചെന്നു. താരി അവിടെ പനി പിടിച്ചു കിടക്കുകയായിരുന്നു. താരിയെ തൊട്ടുനോക്കി പനിയുണ്ടെന്ന് മനസ്സിലായതും സൽമാൻ ഒരു ടർക്കി നനച്ചുകൊണ്ടുവന്ന് അവളുടെ നെറ്റിയിലിട്ട് കൊടുത്തു. താരിയാണെങ്കിൽ പനിച്ചു കിടക്കുന്നതിനിടയിൽ ഒരു സ്വപ്നം കാണുകയായിരുന്നു. ബീച്ച് സൈഡിൽ താരി നിൽക്കുകയാണ്. ബിയാൻ കടലിലിറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് താരിയെ താൻ പ്രണയിക്കുന്നു എന്ന് ബിയാൻ വിളിച്ചു പറഞ്ഞു. താരിയും തിരികെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ബിയാൻ അപ്രത്യക്ഷമായി. നോക്കുമ്പോൾ ബിയാൻ കടലിൽ അബോധാവസ്ഥയിൽ വീണു കിടക്കുന്നു. ബിയാൻ എന്തുപറ്റി എന്ന് ചോദിച്ച് താരി അലറി വിളിച്ചു. പിന്നാലെ അവനെ പൊക്കിയെടുത്ത് ഒരു തരത്തിൽ കരയിൽ കിടത്തി. പെട്ടെന്ന് താരി ഞെട്ടിയുണർന്നിരുന്നു. എഴുന്നേറ്റതിന് ശേഷമായിരുന്നു അതൊരു ദുസ്വപ്നം മാത്രമായിരുന്നു എന്ന് താരി തിരിച്ചറിയുന്നത്. താരി എഴുന്നേറ്റ് താഴെ ഇറങ്ങി നോക്കുമ്പോ സൽമാൻ കട്ടിലിൽ ചാരിയിരുന്നുറങ്ങുന്നത് അവൾ നോക്കി കണ്ടു. തന്റെ ഫോൺ എടുത്ത് താരി പുറത്തേക്കിറങ്ങി. ഉടൻ ബിയാനെ വിളിച്ചു. ദുസ്വപ്നം കണ്ടതാണല്ലോ, ബിയാൻ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നൊരു ആശങ്ക അവളിൽ ഉണ്ടായിരുന്നു. ബിയാനെ കോൾ ചെയ്ത് എങ്ങനുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവൾ അന്വേഷിച്ചു. ബിയാനും ഒരു കുഴപ്പവുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോഴായിരുന്നു അവൾക്ക് സമാധാനമായത്. താൻ കണ്ട ദുസ്വപ്നത്തെ പറ്റിയൊക്കെ ആലോചിച്ച് തന്റെ അവസ്ഥയെ ആലോചിച്ച് അവൾ കരയാൻ തുടങ്ങി. താരി അവിടെ തുടരുമ്പോൾ സൽമാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവിടെ വെച്ച് താരിയും സൽമാനും സംസാരിക്കാൻ തുടങ്ങി. സൽമാൻ താരിയോട് വിവാഹത്തിൽ നീ സന്തുഷ്ടയാണോ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ തീരുമാനം കൊണ്ട് നമ്മൾ വിവാഹിതരായത്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ലതായിരിക്കും എന്നായിരുന്നു താരിയുടെ മറുപടി. സൽമാൻ ആ സമയം തന്റെ പഴയകാല ജീവിതത്തെപ്പറ്റി പറഞ്ഞു. തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആയിഷയെപ്പറ്റി. രോഗബാധിതയായി അവൾ മരണപ്പെട്ട കാര്യം, ആയിഷയുടെ മരണത്തിനു ശേഷം താൻ ദുഃഖിതനായിരുന്നുവെന്നും അവളുടെ സ്ഥാനത്ത് ആരെയും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്നും പക്ഷേ താരി ജീവിതത്തിൽ വന്ന ശേഷം ഒക്കെയും മാറുന്നുണ്ട് എന്നും സൽമാൻ പറഞ്ഞു. നീ ഇപ്പോൾ എന്റെ ഭാര്യയാണ്, നിന്നോട് ഏറെ സ്നേഹത്തിൽ ഇടപഴകണമെന്നും ഒന്നിച്ച് ജീവിക്കണം എന്നും ഇപ്പോൾ ആഗ്രഹമുണ്ട്. സൽമാൻ കൂട്ടിച്ചേർത്തതും താരി കരയാൻ തുടങ്ങി. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഞാനെന്ത് ചെയ്യണമെന്ന്. എനിക്ക് കഴിയുമെങ്കിൽ ഒരു അവസരം തരാമോ? നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയായിരിക്കാൻ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. മറുവശത്ത് വീട്ടിലേക്ക് അമി എത്തിച്ചേരുകയായിരുന്നു. വാപ്പയ്ക്കടുത്ത് താൻ കണ്ട കാര്യങ്ങൾ അമി വിശദീകരിച്ചു പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒക്കെ പറഞ്ഞു തീർത്തിയവൾ വാപ്പയോട് എനിക്ക് വിവാഹമോചനം വാങ്ങിത്താ വാപ്പ എന്ന് പറഞ്ഞ് വിലപിച്ചു. ആ ദൃശ്യത്തോടെ 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.